ഒരു ഭാഗത്ത് ഈ നല്ല ദിവസം ഇടുക്കി അടിമാലിയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. അവിടെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കിയ തീരുമാനത്തിലാണ് പ്രതിഷേധമുണ്ടായത്. എന്തായാലും ഇപ്പോൾ ആ തീരുമാനം പിൻവലിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. രക്ഷിതാക്കൾ പ്രധാന അധ്യാപികയെ ഉപരോധിച്ചതിന് പിന്നാലെയാണ് തീരുമാനം പിൻവലിച്ചത്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പ്രതിഷേധം ഫലം കണ്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വളരെ പാടുപെട്ടാണ് രക്ഷിതാക്കളെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെ ഒരു ദിവസം സുപ്രഭാതത്തിലേക്ക് ഇംഗ്ലീഷ് ഡിവിഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ മക്കൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു കാര്യം. വളരെ വൈകാരികമായ ഒരു പ്രതികരണങ്ങളൊക്കെയാണ് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത് ഇന്ന് രാവിലെ. എന്തായാലും ഏറ്റവും ആശ്വാസം ആ തീരുമാനം പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ജെയിൻ, ടീച്ചർമാരുടെ പ്രതികരണങ്ങളായി വന്നത് അതായത് റദ്ദാക്കിയിട്ടില്ല, ഡിവിഷൻ നിർത്തലാക്കിയിട്ടില്ല, മറ്റു സ്കൂളുകളിലേക്ക് മാറാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്നാണ്. എന്തായാലും പ്രതിഷേധം കണ്ടു എന്നത് ആശ്വാസമാണ്. ഇത് എത്ര കുട്ടികളായി കുറഞ്ഞിരുന്നു ഈ ഡിവിഷൻ? അത് നടത്തിക്കൊണ്ടുപോകാനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടോ? ഇപ്പോൾ ഈ തീരുമാനം പിൻവലിക്കുമ്പോൾ ഇനി കുട്ടികൾക്ക് സ്വസ്ഥമായി, ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ്, അവർക്ക് സ്വസ്ഥമായ ക്ലാസ്സുകളിലേക്ക് എത്താമല്ലോ അല്ലേ? തീർച്ചയായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം CBSE ക്ലാസ്സിലെ 9ാം ഡിവിഷനാണ് നിർത്താൻ തീരുമാനിച്ചത്. അത് നിർത്താൻ തീരുമാനിച്ചത് തന്നെയാണ്. കാരണം PTA യോഗം ചേർന്ന് ഒരു മിനിറ്റ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ മിനിറ്റ്സിൻ്റെ പകർപ്പ് നമ്മളെ കാണിച്ചതുമാണ്. 30ാം തീയതിയാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നത്. സ്വാഭാവികമായും ഈ 12 കുട്ടികളോ 13 കുട്ടികളോ ഉള്ളത് അവരെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നതിനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ആ കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത്. വളരെ മോശം സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന്. കാരണം നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടികളുടെ ഭാവി ഇല്ലാതാവുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു അധ്യാപിക പറയുകയാണ്, ഈ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു അധ്യാപികയ്ക്ക് ചേർന്ന രീതിയാണ്. കാരണം അതെങ്ങനെയാണ് അധ്യാപിക പറയുന്നത്? ആ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കേണ്ട ആളുകളല്ലേ അവര് പഠിപ്പിച്ച സ്റ്റാൻഡേർഡ് ആണല്ലോ കുട്ടികൾ സ്വാഭാവികമായിട്ടും പ്രകടിപ്പിക്കുക. അപ്പോൾ അവര് ചെയ്തതിന് സ്റ്റാൻഡേർഡ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിന് ഉത്തരവാദികൾ അവരാണ്. പിന്നെ അവര് തന്നെയാണ് കുട്ടികളെ ചീത്ത പറയുന്നത്. തീർച്ചയായിട്ടും ഒരു അധ്യാപികയ്ക്ക് ചേരാത്ത പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമ്മൾ ഒരു വലിയ പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അവർ പറയുന്നത് ഈ കുട്ടികളൊക്കെ പഠിക്കാൻ യോഗ്യരല്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പരീക്ഷ എഴുതിയിട്ടാണ് അവർ ജയിച്ചെത്തിയത് 9ാം ക്ലാസ്സിലേക്ക്. അതുകൊണ്ട് ഇവരുടെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ഒരു അധ്യാപികയ്ക്ക് ചേർന്ന ഒരു കാര്യമല്ല. ഈ വിഷയത്തിൽ നമ്മൾ പ്രഥമാധ്യാപികയുടെ അടുത്ത് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ അവർ അത് നിസ്സാരവൽക്കരിക്കുക മാത്രമാണ് ചെയ്തത്. ഇത്തരം ഒരു സമീപനം ഒരു അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശരിയല്ല എന്ന കാര്യം നമുക്ക് ഉറച്ചു പറയേണ്ടി വരും. എന്തായാലും 30ാം തീയതിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. നമുക്കിപ്പോൾ രക്ഷിതാക്കൾ ഇവിടെയുണ്ട്. രക്ഷിതാക്കളുടെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. അവർക്ക് പറ്റില്ലെങ്കിൽ പറയട്ടെ, ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി പഠിപ്പിച്ചോളാം. പൂർവ്വ വിദ്യാർത്ഥികൾ പഠിപ്പിച്ച് ഇവിടെ നല്ല റിസൾട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം. ഈ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്നാണ് ഒരു അധ്യാപിക പറഞ്ഞത്. അത് ആ അധ്യാപികയ്ക്ക് എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് അവിടെ അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം ഇവിടെ ഓരോ കുട്ടികളുടെ പേരൻസും ഇവർക്ക് മറുപടി പറയുമ്പോൾ ആ മറുപടി പറയുന്ന പേരൻസിനെ ഭീഷണിപ്പെടുത്തുകയും ആ കുട്ടികളെ കൗൺസിലർ എന്ന പേരിൽ ഒരു കൗൺസിലിംഗ് നടത്തുകയും എന്നിട്ട് ആ കുട്ടികൾക്ക് ഇല്ലാത്ത ചീത്തപ്പേരുകൾ ഉണ്ടാക്കുകയാണ് ഈ സ്കൂളിന്റെ. അത് പേടിച്ച് പേരൻസ് ആരും മുന്നോട്ട് വരില്ല. ഇപ്പൊ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിച്ച് ഞങ്ങളുടെ സ്കൂളിനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് ഇതിനു വേണ്ടി. അതായത് ഈ സ്കൂളിനെ രക്ഷിക്കേണ്ട ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ കൊടുക്കും. ഇവർക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാലേ ഞങ്ങൾ ഇറങ്ങി പഠിപ്പിച്ചോളാം. ഇവിടെ റിസൾട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ റിസൾട്ട് ഉണ്ടാക്കിക്കോളാം. ഞാനൊരു അധ്യാപികയാണ്, ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോളാം. ഞങ്ങൾക്ക് ഫീസ് ഒന്നും തരണ്ട. ഞങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിലെ സാക്ഷരത നേടിയില്ലേ. ഇനിയിപ്പോ ഈ ഡിവിഷനുകൾ നിർത്തലാക്കുന്ന തീരുമാനം പിൻവലിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇപ്പൊ 9ാം ക്ലാസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കണേ, ഈ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇവരെവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ വന്നിട്ട് പെട്ടെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ, കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണ്? മറ്റുള്ള കുട്ടികൾക്കെല്ലാം പ്രവേശനോത്സവം ഓക്കെ, സന്തോഷത്തോടു കൂടി അവർ വരുന്നു. പക്ഷെ ഇന്ന് ഈ 4 കുട്ടികൾ എന്താണ് അവസ്ഥ? അവരുടെ മാനസികാവസ്ഥ
എന്താണ്? ഇവരെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു കീറാൻ എന്ന് പറയുന്ന അധ്യാപികൻ അതിന്റെ ഭർത്താവും കൂടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ സ്കൂളിലെ അഴിമതി. 32 കോടി രൂപയോളം ഈ നമ്മുടെ മന്ത്രിനെയോ അതുപോലെ മറ്റുള്ളവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരിവിടെ നടക്കുന്ന അഴിമതികൾ അറിയുന്നില്ല. 2022 ഞാനാണ് പരാതി അയച്ചത്. അയച്ചിവിടെ അന്വേഷണത്തിന് വന്നു. 32 കോടി രൂപയോളം ഈ സ്കൂളിന് വന്നിട്ട് എവിടെ പോയി? ഈ സ്കൂളിന്റെ കെട്ടിടം ഇരിക്കുന്ന കണ്ടോ? ഈ സ്കൂളിന്റെ ടോയ്ലറ്റ് കണ്ടോ? ഒരു കുട്ടിയെ കൊന്നിട്ടാ പോലും അറിയില്ല. ടോയ്ലറ്റ് വെട്ടമില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, വൃത്തിയില്ല. അങ്ങനെയാണോ മറ്റ് പ്രൈവറ്റ് സ്കൂളുകളുടെയൊക്കെ അവസ്ഥ? ഞാൻ പറയട്ടെ, ഇതുപോലെയുള്ള ഒരു സ്കൂളാണ് ഫാത്തിമ FMGHS അടിമാലി, കൂമ്പാറ. അവിടെ നല്ല വൃത്തിയുണ്ട്, വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അച്ഛനമായ സംശയം എന്താണെന്നറിയോ? ഈ ഗവൺമെന്റ് സ്കൂളിലെ ചില ടീച്ചർമാർ, ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പറയുന്നില്ല, അവർക്ക് പ്രൈവറ്റ് സ്കൂളുമായിട്ട് എന്തോ ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആ സ്കൂളുകളിലേക്ക് പിള്ളേർക്ക് കൊടുക്കണം, ഇവർക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമായിരിക്കും. അതായിരിക്കും ഇവരുടെ ഡിവിഷൻ പുനഃസ്ഥാപിച്ചല്ലോ. നിങ്ങളുടെ പ്രശ്നം അതിപ്പം പേരൻസ് അത്രയും ഇത് നിന്നോണ്ടല്ലേ 30-ാം തീയതി വിളിച്ചിട്ടാണ് പറയുന്നത് പിള്ളേരെ മാറ്റിക്കോളെ. എവിടെ TC കിട്ടും? ഇപ്പൊ പ്രൈവറ്റ് സ്കൂളായിട്ട് എന്തോ ഒരു ഇതുണ്ട്, ഇവർക്ക് ലിങ്ക് ഉണ്ട്, ഇവർക്ക് അതാണ് ഇവരുടെ അജണ്ട. അത് തന്നെയാണ് സംഭവം. ദിവിഷ, വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കുള്ളത്. ഈ ഡിവിഷൻ പുനഃസ്ഥാപിച്ച കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികരണം ഒന്ന് കേട്ട ശേഷം ഞാൻ ജയിലിലേക്ക് വരാം. പ്രിൻസിപ്പൽ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞതെന്ന് കേൾക്കാം. വഴി ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അധ്യാപകരെ. എനിക്ക് ഇപ്പം 7 ഡിവിഷനുള്ള അധ്യാപകരെ ഇവിടെ ഉള്ളൂ. 9 ഡിവിഷനാക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവിഷനോടെ 2 ഡിവിഷൻ കൂടുമ്പോഴുള്ള ഇതുകൾ ആക്കി തരാമെന്ന്. നിങ്ങൾ എന്നാണ് ഈ ഡിവിഷനുകൾ നിർത്തലാക്കുന്ന വിവരം രക്ഷിതാക്കളെ അറിയിച്ചതെന്നാണ്? മെയിൽ അറിയിച്ചിട്ടുണ്ട്. മെയ് 30-നാണോ? ഇല്ലില്ല, മെയ് 30-ന് മുമ്പ്. അല്ല, ഒരു മിനിറ്റ്സ് ഉണ്ടല്ലോ. 30-ന് അന്ന് മീറ്റിംഗ് വിളിച്ചത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് കുറവാണോ? നല്ല കുട്ടികളാണ്. നിങ്ങളുടെ അധ്യാപകർ അതിപ്പോ അധ്യാപകർ പഠിപ്പിക്കുന്ന അനുസരിച്ച് അങ്ങനെ പറയുന്നതാണ്. നല്ല കുട്ടികളാണ്. എന്നെ സംബന്ധിച്ചൊരു നല്ല കാമാൻ കൊറ്റായിട്ടുള്ള നല്ല പിള്ളേരാണ്. ഒരു പ്രിൻസിപ്പലിന്റെ പ്രതികരണമാണ്. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ അവർ ഇത്ര കെയർലെസ് ആയി. അതെ, മാത്രമല്ല എന്റെ അഭിപ്രായത്തിൽ നല്ല കുട്ടികളാണ്. അത് പഠിപ്പിക്കുന്ന അധ്യാപകരെ എന്താണ് പിന്നെ ആ പ്രിൻസിപ്പലിന്റെ ചുമതല എന്താണ്? അധ്യാപകർ കുട്ടികളെ എഴുതി തള്ളുന്നു, പ്രധാന അധ്യാപകരെ എഴുതി തള്ളുന്നു. ശരിക്കും എന്താണ് ആ സ്കൂളിൽ സംഭവിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയം. ബാക്കി എല്ലാ സ്കൂളുകളും കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി ആ കാര്യങ്ങളുമായി അധ്യാപകരും പ്രധാന അധ്യാപകരും ഒക്കെ ഒരുമിച്ച് നിന്ന് കുട്ടികളെ സ്വാഗതം ചെയ്യുമ്പോൾ ഇടുക്കി അടിമാലിയിലെ സ്കൂളിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. അതിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് അധ്യാപകർ പറയുന്നു. അതായത് 9ാം ക്ലാസ് ആണ്. 9ാം ക്ലാസ് വരുമ്പോൾ അടുത്ത വർഷം 10ാം ക്ലാസ് ആണ്. അപ്പോൾ ആ സ്കൂളിന്റെ ഈ 100% മേനി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ 9ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോയത്. ജെയിൻ തുടരുന്നുണ്ട്. ജെയിൻ, ഇപ്പോൾ 30-ാം തീയതിയാണ് ആ മിനിറ്റ്സിൽ കൃത്യമായി തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 3 ദിവസം മുൻപ് പറഞ്ഞാൽ ഈ കുട്ടികൾ നാളെ എങ്ങോട്ട് പോകാനാണ്, എവിടെ പോകാനാണെന്നൊരു ചോദ്യമുണ്ട്. പ്രധാന അധ്യാപിക ഒരു കൂസലുമില്ലാതെ അങ്ങനെയല്ലോ നേരത്തെ ഒരു തീരുമാനം എടുത്തിരുന്നു അങ്ങ് പറഞ്ഞൊഴിയുകയാണ്. തീർച്ചയായിട്ടും അവർ ഗൗരവത്തോടെ അല്ല പ്രതികരിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചതും, അതായത് വിദ്യാഭ്യാസ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ എത്തി അതിനുശേഷം ഈ പ്രധാന അധ്യാപികയുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ തീരുമാനം മാറ്റുന്നത്. അതിനുശേഷം പുറത്തു വന്നവർ ഈ കാര്യം പൊതുസമൂഹത്തെ അല്ലെങ്കിൽ ഇവിടെ പ്രതിഷേധിക്കുന്ന രക്ഷിതാക്കളോട് പോലും പ്രതികരിച്ചപ്പോൾ അത് ഈ പ്രശ്നത്തിന്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ ചിരിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. അതിനുശേഷം അവർ നടത്തിയ പ്രതികരണവും ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ചേർന്ന രീതിയിലല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ നിലവാരം എങ്ങനെയാണ് അളക്കപ്പെടുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുഴുവൻ മാർക്ക് വാങ്ങുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിന്നോട്ട് പോകുന്നത് കൊണ്ടോ ആണോ ഒരു വിദ്യാർത്ഥിയുടെ നിലവാരം അളക്കപ്പെടേണ്ടത് എന്നതൊരു പ്രധാന പ്രശ്നമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡം എന്നത് എന്തായിരിക്കണമെന്ന് അധ്യാപകർക്ക് പോലും ഒരു ധാരണയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ നിലവാരം ഈ അധ്യാപകർ അളക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അക്കാദമിക് മികവ് മാത്രമാണോ? നേരത്തെ പ്രതികരിച്ച ആ പൂർവ്വ വിദ്യാർത്ഥി ഒരാൾ പറഞ്ഞത് ഇത്ര 32 കോടിയൊക്കെ ഈ സ്കൂളിലേക്ക് വന്നു. അത് നമുക്ക് ആ കണക്ക് വിശ്വസനീയമല്ല. പക്ഷേ എങ്കിലും കാര്യമായി പണമൊക്കെ സർക്കാർ ഇപ്പോൾ എല്ലാ സ്കൂളുകൾക്കും ഒക്കെ അനുവദിക്കുന്നുണ്ട് നന്നാവാൻ. അപ്പോൾ അതൊന്നും അവിടെ ഫലം കാണുന്നില്ലേ? ഒരു നല്ല സംവിധാനങ്ങളോ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണോ? അവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളോ പ്രതിനിധികളോ ജനപ്രതിനിധികളോ ഒക്കെ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു ഈ സ്കൂൾ ഇത്ര മോശം അവസ്ഥയിലേക്ക് പോകുമ്പോൾ?
അവർ പറഞ്ഞതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അതൊരു ആരോപണമായിട്ട് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിലുള്ളൂ. അതുമായി ബന്ധപ്പെട്ട തെളിവുകളോ മറ്റു കാര്യങ്ങളോ നമ്മുടെ മുന്നിലില്ല. പക്ഷേ അടിസ്ഥാന സൗകര്യത്തിൽ കുറച്ച് പിന്നോക്കാവസ്ഥ ഈ കെട്ടിടം ഒറ്റനോട്ടത്തിൽ കാണുമ്പോഴുണ്ട്. നമുക്ക് ഈ കാണുന്നതാണ് അതിൻ്റെ മേൽക്കൂര. തകര ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇപ്പോൾ സമകാലീന സ്കൂളുകളുടെ അവസ്ഥയൊന്നും ഇങ്ങനെയല്ല. തകര ഷീറ്റൊക്കെ മാറ്റി അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളാണ് പല സ്ഥലത്തുള്ളത്. പക്ഷേ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഉള്ള കെട്ടിടങ്ങൾ നമുക്ക് നിരവധി കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടത്. മറ്റൊന്ന്, ഇതിവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പണിതിട്ടുണ്ട്. അതിൻ്റെ ഫണ്ട് എത്രത്തോളം ചിലവായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു പൂർവ്വ വിദ്യാർത്ഥിയോ രക്ഷിതാവോ ഉന്നയിച്ച ആരോപണം മാത്രമായി നമ്മുടെ മുന്നിൽ ഉള്ളൂ. എന്തായാലും നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അധ്യാപകരുടെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള സമീപനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 30-ാം തീയതിയല്ല അവർക്ക് ഡിവിഷനിൽ വിദ്യാർത്ഥികൾ കുറവാണ്, ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വയബിൾ അല്ല, അല്ലെങ്കിൽ അതിന് കുറേ ബാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട് മുന്നേ നടപടിയെടുക്കാം. മറ്റു സ്കൂളുകളിലേക്ക് പോകാൻ അവസരമുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള ഒരു സമയം കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ സ്കൂളുകളിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കുക എന്നതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു 2 അല്ലെങ്കിൽ പ്രവേശന ദിവസം ആരംഭിക്കുന്നതിന് 2-ാം ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം മുമ്പ് ഈ കാര്യം രക്ഷിതാക്കളെ അറിയിച്ചാൽ അവർ ഈ കുട്ടികളെ എവിടെ ചേർക്കാനാണ് എന്ന ചോദ്യമുണ്ടല്ലോ. ആ കുട്ടികളുടെ ഒരു വർഷമാണ് പോകുന്നത്. പ്രത്യേകിച്ച് 9-ാം ക്ലാസ്സിലേക്ക് വിജയിച്ചു വരുന്ന വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ അടുത്ത ഒരു വർഷത്തെ ഭാവി പോവുകയാണ് എന്നുള്ളതാണ് രക്ഷിതാക്കളെ സംബന്ധിച്ച ആശങ്ക. പലരും പറയുന്നത് ഈ അധ്യാപകർ ഇവിടെ പഠിപ്പിക്കുന്നത് ശരിയല്ല, അവർ കൃത്യമായി ക്ലാസ്സുകളിൽ വരുന്നില്ല, കുട്ടികളെ വേണ്ട രീതിയിൽ പഠിപ്പിക്കുന്നില്ല എന്ന പരാതിയാണ് രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കുമുള്ളത്. ചിലർ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ സ്വയം അധ്യാപികയാണ്, അവർ ഇവിടെ സൗജന്യമായി വന്ന് പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് വരെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കപ്പെട്ടു, എന്നിട്ടും ഇവിടുത്തെ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇവർ കുറെ നാളായി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാര്യങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അധ്യാപകർ പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തിയെന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് അവിടുത്തെ പഠനം എങ്ങനെയായിരിക്കും? ഇപ്പോൾ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുന്ന അധ്യാപകർ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയുണ്ടാവും. ഇത്രയും കോടി പണം ലഭിച്ചു. ഇപ്പൊ നമ്മൾ ഈ ജെയിൻ നമ്മുടെ മുന്നിലേക്ക് ആ സ്കൂളിന്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആ സ്കൂൾ കെട്ടിടത്തിന്റെ അവിടെയുള്ള സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ കോടികൾ അനുവദിച്ചെങ്കിൽ ആ കോടികൾ എന്തായാലും ഈ സ്കൂളിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല എന്ന് കൃത്യമായി നമുക്ക് കാണാം. അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായിട്ടില്ല ഈ സ്കൂളിൽ അടുത്ത കാലത്തൊന്നും എന്ന് ആ ചുമരുമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കോടികൾ ലഭിച്ചുവെങ്കിൽ അതൊരു ആരോപണമാണ്, ഇപ്പോൾ ഒരു രക്ഷിതാവ് ഉന്നയിക്കുന്ന ആരോപണമാണ്. ആ കോടികൾ എങ്ങോട്ട് പോയി എന്ന് കൃത്യമായ ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട്. നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ഇത് വിദ്യാഭ്യാസ വകുപ്പിനെ ഈ സ്കൂളിനെ കുറിച്ച് അറിയിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതുമായി മുന്നോട്ട് പോകുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇത് കുട്ടികളുടെ ഭാവിയുടെ വിഷയമാണ്. അപ്പോൾ അതിൽ കാര്യക്ഷമമായി ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ഇടപെടുക എന്നുള്ളതാണ്. ചെയിൻ, ഈ വാർത്തയിലേക്ക് നമുക്ക് വേഗത്തിൽ തിരികെ വരാം. എന്തായാലും വളരെ നമ്മൾ തുടങ്ങുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു ദിവസം, പ്രവേശനോത്സവം, കുട്ടികളുടെ കരച്ചിലും ചിരിയും ഒക്കെ കണ്ട് സന്തോഷകരമായി തുടങ്ങിയതാണ്. പക്ഷെ വേറൊരു സ്കൂളിൽ അതും ഏറ്റവും നിരാശ ഉണ്ടാക്കിയ കാര്യം ഈ ഡിവിഷൻ നിർത്തലാക്കുന്നു എന്നത് പോലുമല്ല, ആ അധ്യാപികയുടെ പ്രതികരണം നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുന്നു. അധ്യാപികയുടെ കുട്ടികൾക്ക് നിലവാരമില്ല എന്ന് പറഞ്ഞ അധ്യാപകർ അവിടെയുണ്ട്. ആ പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ളൂ. ജെയിൻ പറയുന്നു, ജെയിനോട് സംസാരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കാൻ അവിടെ യോഗ്യതയില്ല, എന്തിനാണ് അവരെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അധ്യാപകർ ചോദിക്കുകയാണ്. ഇത്രയും കാലം അവരെ 9-ാം ക്ലാസ് വരെ അവരെ പഠിപ്പിച്ച അധ്യാപകരാണത്. ആ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അവരുടെ അറിവിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ അധ്യാപകർക്ക് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. അത് ഇത്രയും കെയർലെസ് ആയിട്ടൊരു പ്രധാന അധ്യാപികയ്ക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിഞ്ഞു എന്നത് സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ ദിവസം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നതിൽ തർക്കമില്ല.